ഇസ്രയേൽ ഇറാന് നേരെ നടത്തുന്ന ഈ ക്രൂരകൃത്യത്തിന് ലോകരാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണ ആർജിച്ചെടുക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തി വരികയാണ്. US പ്രത്യക്ഷത്തിൽ തന്നെ സഹായിക്കാം എന്ന രീതിയിൽ ഇറങ്ങിച്ചാടിയെങ്കിലും അവർക്ക് കൈപ്പൊള്ളുകയാണ്. യൂറോപ്യൻ യൂണിയൻ മൊത്തമായും അവരോടൊപ്പമാണെന്ന് നെതന്യാഹു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇന്ത്യയുടെ സഹായം കൂടി വേണം എന്നുള്ള ആവശ്യം ഒക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ആ കാര്യത്തിൽ ഇന്ത്യ വിട്ടുനിൽക്കുകയാണ്. ചേരിചേരാ നയത്തിൻ്റെ കൃത്യമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ കാണിക്കുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കാനൊന്നും കഴിയില്ല. ഒരു രീതിയിലും അതിനെ ന്യായീകരിക്കാനും കഴിയില്ല. കാരണം നമുക്കറിയാം, ഒരു കാലത്ത് ഇറാൻ, അതായത് പേർഷ്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് നിരവധിയായ ഇന്ത്യക്കാർ അവരുടെ ജീവിത വരുമാനത്തിന് വേണ്ടി പോയ രാജ്യമാണ്, ഗൾഫ് രാജ്യമാണ്. ഇറാനുമായി ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള സൗഹൃദമാണ് സൂക്ഷിക്കുന്നത്. ഒരു കാര്യം കൃത്യമായി ഇന്ത്യ മനസ്സിലാക്കുന്നു, നരേന്ദ്രമോദി ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ നടപടിക്രമങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി പ്രതിപക്ഷത്തുള്ള MP-മാരെ പ്രത്യേകമായും ലോകരാജ്യങ്ങളിലേക്ക് വിടുമ്പോൾ ഒരു കാര്യം മാത്രമാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് മധ്യസ്ഥത വഹിച്ചു എന്നൊക്കെ വീരവാദം പറയുന്നതിന് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? അത് ഇന്ത്യ തള്ളിക്കളഞ്ഞു എന്ന മറുപടി തന്നെയാണ് ഈ രാജ്യം കൊടുത്തത്. കാരണം അതിനുള്ള ഒരു പകപോക്കൽ എന്ന രീതിയിലാണോ അസിം മുനീറിന് വിരുന്നൊരുക്കാൻ ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചത്? വൈറ്റ് ഹൗസിലെ വിരുന്നൊരുക്കൽ അതിൻ്റെ ഭാഗമായാണോ എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാവുകയാണ്. ട്രംപ് മൈ ട്രൂ ഫ്രണ്ട് എന്നൊക്കെ തട്ടിവിട്ട നരേന്ദ്രമോദിക്ക് വലിയ രീതിയിൽ അബദ്ധം പറ്റിയിരുന്നു. കാരണം കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല ഈ വ്യക്തിയെ എന്ന് മനസ്സിലാക്കിയത് ഇദ്ദേഹത്തിൻ്റെ പൊങ്ങച്ചം പറയിലാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കടന്നുകൂടിയതും ഇത്തരത്തിലുള്ള കെട്ടുകഥകൾ മെനഞ്ഞതുകൊണ്ടാണ്. അതായത് താൻ പ്രസിഡന്റായാൽ ലോകരാജ്യങ്ങൾ പലരും വിറയ്ക്കുമെന്നൊക്കെയുള്ള രീതിയിലാണ് ട്രംപിൻ്റെ ചില ഡയലോഗുകൾ. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം പിറ്റേ ദിവസം തന്നെ ബ്രേക്ക് ഇട്ടതുപോലെ നിന്നുകളയും എന്നൊക്കെ പറഞ്ഞ് കുറേയധികം തട്ടുപൊളിപ്പൻ ഡയലോഗും ഡൊണാൾഡ് ട്രംപ് തട്ടിവിട്ടു. ഏതായാലും നിരുപാധികം കീഴടങ്ങിക്കൊള്ളൂ എന്ന് പരമോന്നത നേതാവ്, ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അൽ ഖമനിക്ക് ട്രംപ് വാണിംഗ് കൊടുത്തപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ എന്നുള്ള കൃത്യമായ മറുപടിയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഇറാനുമായും ഇസ്രയേലുമായും ബന്ധപ്പെട്ട ഈ യുദ്ധ പ്രശ്നത്തിൽ ഒരുപക്ഷെ ഒരു മധ്യസ്ഥത വഹിച്ച് അതിനെ തണുപ്പിക്കാനും ഇതിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ശ്രമിക്കുകയാണ് ഇന്ത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം രണ്ട് രാജ്യത്തിന് നഷ്ടങ്ങൾ ഉണ്ടായാലും ഇവിടെ താമസിക്കുന്ന വിദേശ പൗരന്മാർ അതിനകത്ത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ നിരവധിയായ വ്യക്തികൾ ഈ രണ്ട് രാജ്യത്തും പലയിടത്തായി താമസിക്കുന്നുണ്ട്. ടെല്ലവീവിൽ പ്രശ്നമുണ്ടായാലും ടെഹ്റാനിൽ പ്രശ്നമുണ്ടായാലും അതൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. അയൺ ഡോമുകൾ പൊളിക്കാനൊന്നും കഴിയില്ല എന്ന അവകാശവാദമൊക്കെ ഇറാൻ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവരുടെ ഹൈപ്പർസോണിക് മിസൈലുകളെല്ലാം വിട്ട് എല്ലാം ചാരമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഇനിയുള്ള തള്ളുകളൊന്നും ശരിയാവുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നെതന്യാഹു ഭയന്നിരിക്കുകയാണ്. 76 വയസ്സുള്ള നെതന്യാഹു 86 വയസ്സുള്ള ഖമനിയുടെ മുമ്പിൽ ശരിക്കും ഭയന്നിരിക്കുകയാണ്. കാരണം ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇറാഖും കൃത്യമായി പ്രതിരോധത്തിന് ഞങ്ങളും കൂടെയുണ്ട് എന്ന് ഇറാനെ അറിയിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഹിസ്ബുള്ളയെ തകർത്തു തീർത്തു എന്നൊക്കെ പറഞ്ഞുള്ള അവകാശവാദമായിരുന്നല്ലോ ആദ്യം ബെഞ്ചമിൻ നെതന്യാഹു ഉന്നയിച്ചത്. എന്നാൽ ഇപ്പോൾ അവരുടെ ബാക്കിയുള്ള സ്രോതസ് കൂടി ഉപയോഗിച്ച് ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിനെ കടന്നാക്രമിക്കാൻ വീണ്ടും ശ്രമിക്കുകയാണ്. ഇറാനിലേക്ക് വരുന്ന ഇസ്രായേൽ തൊടുത്തുവിടുന്ന മിസൈലുകൾ എല്ലാം തന്നെ ഇറാഖിൻ്റെ മണ്ടയിൽ കൂടെയാണ് പോകുന്നത്. അതായത് ഇറാഖിൻ്റെ വ്യോമപാത കൂടി ഇവിടെ കണക്കിലെടുക്കേണ്ടതായി ഉണ്ട്. അതുകൊണ്ട് തന്നെ മിണ്ടാതെ അടങ്ങിയിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നയപരമായി എടുക്കുന്ന ചർച്ച. ഇന്ത്യ ആയിരുന്നാലും റഷ്യ ആയിരുന്നാലും ഈ കാര്യത്തിലൊക്കെ കൃത്യമായും വിദൂരമായി മാറി നിന്നുകൊണ്ട് വീക്ഷിക്കുകയാണ് ഇത് ഏത് രീതിയിലേക്കാണ് പര്യവസാനിക്കാൻ പോകുന്നത്. അതേസമയം പൊടുന്നനെ കയറി ഇടപെടാൻ ശ്രമിച്ച US സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ നാണക്കേടാണ് അവർക്കുണ്ടായിരിക്കുന്നത്. അവരാണെങ്കിൽ എന്ത് രീതിയിലുള്ള നിലപാടെടുക്കണമെന്ന് അറിയില്ല. നമുക്കറിയാം, ഇന്ത്യക്കെതിരെ കടന്നാക്രമണം നടത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാനെ ഊട്ടിയുറപ്പിക്കാൻ അവരുടെ എല്ലാ രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും മറ നിൽക്കാൻ ശ്രമിക്കുന്ന പാക് സൈന്യത്തിന്റെ തലവനായ അസിം മുനീറിന് വിരുന്നൊരുക്കാൻ ശ്രമിക്കുന്ന വഴി ട്രംപ് നൽകുന്ന സന്ദേശം എന്താണ്? കുടിച്ച വെള്ളത്തിൽ ഇദ്ദേഹത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്
നരേന്ദ്രമോദിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ട്രംപ് മൈ ട്രൂ ഫ്രണ്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ വലിയ തിരിച്ചടിയായെന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഈ കാര്യത്തിൽ US വിഷയത്തിൽ ഇസ്രയേലിനോടൊപ്പം നിൽക്കാൻ US ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ വിഷയത്തിൽ ഇന്ത്യയോ റഷ്യയോ ഒരു രീതിയിലും ഇടപെടൽ നടത്തിയിട്ടില്ല.